ഹല്ലേലൂയ. Hallelujah. കർത്താവിൻ്റെ വലിയ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. I give thanks to the mighty name of God. കഴിഞ്ഞ ആഴ്ചകളായി നാം എഫേസ്യർക്ക് എഴുതിയ ലേഖനവും കൊലോസ്യർക്ക് എഴുതിയ ലേഖനവും വായിക്കുകയാണല്ലോ. We have been reading book of Ephesians and Colossians this past week. നമ്മൾ അടുത്ത ആഴ്ചയിലും അത് തന്നെ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. And we desire to continue reading these same books this coming week. നമുക്ക് ഒത്തിരി പുതിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയൊന്നുമില്ല. There's no much new things to speak. എന്നാൽ ദൈവം തന്ന വചന വെളിപ്പാടുകൾ നമ്മിൽ മാംസം ധരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഇപ്പോൾ ആയിരിക്കുകയാണ്. But we are in this season that the word which we have already heard becomes flesh in us. ദൈവത്തിന് നമ്മിലൂടെ ഒരു പ്രവൃത്തിയുണ്ട്. God has a work to do through us. ഹല്ലേലൂയ. Hallelujah. അതിനുവേണ്ടി ദൈവം സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. And for that purpose God is preparing his church. ആമേൻ. Amen. ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുന്നത് മിക്കപ്പോഴും വളരെ ചുരുക്കം ചില വ്യക്തികൾ മാത്രമായിരിക്കും. Most of the times only few people are able to understand, to recognize and understand the purpose of God in his heart. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഒത്തിരി ആൾക്കാർ കാണും. There will be many people who are ready to receive the blessings of God. അനുഗ്രഹം പ്രാപിക്കുന്നത് വലിയ ജനക്കൂട്ടമായിരിക്കും. The people who are there to receive blessings from God is a great number. രക്ഷിക്കപ്പെടുന്ന വലിയ കൂട്ടമായിരിക്കും. The ones who are being saved is a great number of people. കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവർ വലിയ കൂട്ടമായിരിക്കും. The ones who use and perform the gifts of the Holy Spirit, it is a great number. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അറിയുന്നവർ ചെറിയ കൂട്ടമായിരിക്കും. But those who understand, those who hear the heartbeats of God are a few number. അങ്ങനെയുള്ള ഒരു ചെറിയ കൂട്ടത്തെ ദൈവം തൻ്റെ സഭയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. So God is preparing that group in his church. ഇന്ന് നമ്മൾ പ്രസംഗിച്ചില്ലെങ്കിലും ലോകത്തിലെ മാധ്യമങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു എൻഡ് ടൈം, ഒരു അവസാനം വന്നിരിക്കുന്നുവെന്ന്. Even though we may not preach it, the medias, the people of this world, they are saying the end of the world is near. There is an end. സോഷ്യൽ മീഡിയയിൽ മറ്റ് മാധ്യമങ്ങളൊക്കെ അത് വലിയ ചർച്ചകൾ, ഒരു അവസാനം വന്നുകൊണ്ടിരിക്കും, ലോകത്തിനൊരു അവസാനം വരുന്നു എന്ന് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. It is a topic of discussion across all the platforms that the world is ending. There is an end for this world. നോഹയുടെയും ലോത്തിൻ്റെയും കാലഘട്ടം പോലെ ഈ ലോകം പാപത്തിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. As in the days of Noah and the days of Lot, our generation, the people of this world is multiplying in sin. ആ പാപത്തിൻ്റെ ശക്തി അത് വേഗത്തിൽ ലോകത്തെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കും. The power of sin is traveling quickly across the world and holding the world in its power. ചില നാൾ കഴിയുമ്പോൾ നമ്മുടെ നാടൊക്കെ അതിനകത്തങ്ങായിത്തീരും. After some few years, our state also will be in that power. ഹല്ലേലൂയ. Hallelujah. അത്ര വേഗത്തിൽ പാപം അതിൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. So very fastly the sin will increase its power. എന്നാൽ ദൈവസഭയ്ക്കകത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയും വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. But at the same time, the work of God, the great power of God will manifest in the church among the people who are seeking his face. ഹല്ലേലൂയ. Hallelujah. പാപം പെരുകിയെടുത്ത് കൃപയും പെരുകി എന്ന് വചനം പറയുന്നുണ്ട്. As the word says, where sin increased, also the grace of God increased. ലോകത്തിൽ അനീതിയും പാപവും അക്രമവും മറ്റെല്ലാ അനിഷ്ട സംഭവങ്ങളും പെരുകുന്ന സമയത്ത് ദൈവസഭയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയിൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ വിശുദ്ധിയും പെരുകിക്കൊണ്ടിരിക്കും. When the world increases in wickedness, evil and all kinds of sin, when it multiplies in that way, the same time in the generation that seeks God, in the church where they seek God, God's glory, his holiness, his righteousness also will be manifested. Hallelujah. 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 മറ്റ് ഒരു സമയത്ത് നടക്കാത്തതുപോലെയുള്ള ഒരു പ്രാർത്ഥനയും ഒരുക്കവും ദൈവസഭയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. When this happens, the prayer
a prayer that has never been, it will happen in the church. ഒരിക്കലും നടന്നിട്ടില്ലാത്ത രീതിയിൽ ഒരു പ്രാർത്ഥനയും ഒരുക്കവും ദൈവസഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. As it never have been, right now the prayer and preparation is happening in the church. ഹല്ലേലൂയ. Hallelujah. നമ്മളെയും ദൈവം അതിൻ്റെ ഒരു ഭാഗമാക്കിയിരിക്കുക. And God has also made us a part of this. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ ഇതുപോലെ അനേക ദൈവദാസന്മാർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. There are many servants of God who are in this moment all across the world who are in prayer and fasting. അവരെ ലോകത്തിന് അല്ലെങ്കിൽ സഭയ്ക്കൊന്നും വലിയ പരിചയമില്ല. The world and all the church will have no knowledge of them. ദൈവം അവരെ പ്രാർത്ഥനയ്ക്കായി ഉപവാസത്തിനായി മാറ്റി വെച്ചിരിക്കുക. God has separated them for prayers and fastings. ദൈവം നമ്മളെയും അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുക. And God has also placed us for the same purpose. ദൈവത്തിന്റെ സമയം വളരെ ആസന്നമായിരിക്കുക. For the time of the Lord is at hand. ഏത് സമയത്തും ദൈവത്തിന്റെ സാന്നിധ്യം പൊട്ടി ഒഴുകുന്ന, ദൈവത്തിന്റെ തേജസ് പൊട്ടി ഒഴുകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. At any time from now, we will have the experience that the presence or the glory of God is breaking forth through us. അത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ പറയുന്ന കാര്യമാണ്. This is not something I myself say, but it is something many servants of God who hear His voice say. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്തിൽ എത്തി നിൽക്കുകയാണ്. We are at this moment standing at the edge of this season. ആ ദൈവത്തിൻ്റെ ഷെഖീന ഗ്ലോറി, കാബോദ്, ഇറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി നമ്മൾ വഹിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് ആത്മദേഹി ദേഹത്തിൽ സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. If we have to bear the Shekinah glory of God, the kabod of God, the indwelling the power of the glory of God, we should give ourselves to the Holy Spirit for the complete sanctification of our spirit, soul and body. ഞാൻ അനേകരോട് പറയാറുണ്ട്, ദൈവത്തിൻ്റെ ഒരു ചെറിയ സാന്നിധ്യം സഭയിൽ ചലിക്കുമ്പോൾ, കൂട്ടായ്മയിൽ ചലിക്കുമ്പോൾ പലർക്കും നേരെ നിൽക്കാൻ കഴിയുന്നില്ല, അവർ വീണു പോകുകയാണ്. As I've said many times, in the church, when God's presence moves even a little bit, many of the people are not able to bear it and they fall under it. കാരണം The reason being, നമ്മുടെ ആത്മദേഹി ദേഹത്തിൽ അത്രത്തോളം അശുദ്ധികൾ കിടപ്പുണ്ട്. the reason is that we have that much iniquities or uncleanness in us, in our spirit, soul and body. നമ്മൾ തിരിച്ചറിയാത്ത അനേകമായ കുറവുകൾ, അശുദ്ധികൾ, പാപത്തിൻ്റെ മൂലകങ്ങൾ, മരണത്തിൻ്റെ മൂലകങ്ങൾ നമ്മുടെ ബോഡിയിൽ കിടക്കുക. There unknowingly we have a lot of uncleanness, sin, the elements of sin and elements of death in our body. ഈ ദൈവ സാന്നിധ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് താങ്ങാൻ കഴിയുന്നില്ല. So when the presence of God comes down in our midst, our body is not able to bear it. ഞാൻ ചെറിയൊരു സാന്നിധ്യം ചലിക്കുമ്പോൾ തന്നെ നമുക്കത് താങ്ങാൻ കഴിയുന്നില്ല. I'm saying when the small presence of God comes, we are not able to bear it. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കാബോദ് ഇറങ്ങിയാൽ, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയാൽ, വലിയ അളവിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടായാൽ നമുക്ക് എങ്ങനെ വഹിക്കാൻ പറ്റും? If this is so, then how are we going to bear when the kabod of God comes down upon us? ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് നമ്മുടെ ആത്മദേഹി ദേഹത്തിൽ വലിയ അളവിൽ ശുദ്ധീകരണം നടക്കണം. That's why I'm saying there should be a great sanctification in our spirit, soul and body. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ. There is a point that you have to pay നമ്മുടെ attention. ഇന്നർ മാൻ, നമ്മുടെ അകത്തെ മനുഷ്യൻ ഇപ്പോൾ ദൈവ തേജസ്സിൻ്റെ മഹത്വത്തിൻ്റെ ശക്തിക്കൊത്തവണ്ണം ഇപ്പോൾ ബലപ്പെടണം. There's a point you need to consider very carefully, is that our spirit, inner man, has to be strengthened according to the might of his power. നമ്മൾ എഫേഷ്യൻസും കൊലോഷ്യൻസുമാണല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. Right now we are in reading of Ephesians and Colossians. 3-ാം അധ്യായം 16-ാം വാക്യം. Chapter 3 verse 16. അവൻ തൻ്റെ തേജസ്സിൻ്റെ, കൊലോഷ്യൻസ് 3:16, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ അഥവാ തേജസ്സിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്നാണ്. Colossians. Ephesians 3:16. Ephesians 3:16 says, 'Nevertheless to the
Ephesians 3:16, it reads that he would grant you according to the riches of his glory to be strengthened with might through his spirit in the inner man. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. Please pay attention. ഈ നമ്മുടെ സൺഡേയിലെ മെസ്സേജ് കേട്ടിട്ട് എന്നെ വിളിക്കുന്ന അനേക ആൾക്കാരുണ്ട്. There are many who call me after hearing the Sunday message. വലിയൊരു കൂട്ടമൊന്നും കേൾക്കുന്നില്ല, വലിയ എണ്ണം അത് കേൾക്കുന്നില്ലെങ്കിലും കേൾക്കുന്നവരിൽ പലരും എന്നെ വിളിക്കുന്നുണ്ട്. Though there are not many who hear, those who hear, they call me. ഞങ്ങൾ ഇത് ആഗ്രഹിച്ച് ഈ കാര്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ നാളുകളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. And they say we've been desiring to hear these things for many years. പാസ്റ്റർ ഇത് തന്നെ പറയണം. Pastor, you should speak the same things. നമ്മുടെ ഹോളിൽ ഇത് കേൾക്കാൻ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും കുഴപ്പമില്ല, കേൾക്കുന്നവർ ഇത് വ്യക്തമായി തിരിച്ചറിയണം. Even though there are only few in this hall to hear this message, those who hear should hear it very clearly. Hallelujah. Hallelujah. ദൈവം നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്നു. God is strengthening our inner man. എത്രത്തോളം ശക്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു? How much does he desire to strengthen us? അവന്റെ തേജസ്സിന്റെ ധനത്തിനൊത്തവണ്ണം. He desires to strengthen us according to the riches of his glory. Amen. Amen. ദൈവ തേജസ് അവന്റെ കാബോദ് ഷെക്കൈന ഗ്ലോറിയുടെ വലിപ്പം നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. We cannot speak of the greatness of the glory of God, of his Shekinah glory or his kabod. ദൈവം പറയുന്നു, എന്നാണ് സർവ്വഭൂമിയും എൻ്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. The Lord says, as surely as I live, the whole earth will be filled with his സകല glory. പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കാൻ പ്രാപ്തിയുള്ളത് അവന്റെ തേജസ്. So his glory has the greatness to fill the whole earth. ആ തേജസ്സിൽ നിന്ന് എത്ര പകർന്നുകൊണ്ടിരുന്നാലും എത്ര പകർന്നു കൊടുത്താലും ആ തേജസ്സിൽ കുറവ് വരുന്നില്ല. There'll be nothing to there will be no shortage in the glory of God, though he gives and gives to everyone. ഈ ഗ്ലാസ്സിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വെള്ളം പകർന്നു തന്നാൽ ഇവിടെ കുറവുണ്ടാകും. If I give to you a little bit of water from my cup, there will be a shortage in my cup. Amen. Amen. ദൈവ തേജസ്സിൽ നിന്നും എത്ര പകർന്നു കൊടുത്താലും ദൈവത്തിന് കുറവുണ്ടാകുന്നില്ല. But God does not experience any shortage when he keeps giving us. Hallelujah. However much he gives us. Hallelujah. 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 അതുപോലെ ദൈവം തന്റെ തേജസ്സിന്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ അകത്തെ ആത്മാവിനെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. So he is strengthening our inner man according to the riches of his glory. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും വചനം വായിക്കുന്നതും ദൈവസന്നിധിയിൽ നാളുകളായി കാത്തിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ഇന്നർ പേഴ്സൺ, അകത്തെ ആത്മ മനുഷ്യൻ ഇങ്ങനെ തേജസ്സിന്റെ അളവിനൊത്തവണ്ണം ശക്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. When we are in the presence of God for these many years, we are praying and fasting and in reading of his word, we have an aim, and that aim is to be strengthened in our inner man according to the riches of his glory. അതിപ്പോൾ പലരും കാണത്തില്ല. And that many cannot see that right now. ഇപ്പോൾ നമ്മുടെ അകത്ത് നടക്കുന്ന, നമ്മുടെ അകത്തെ ആത്മാവിൽ നടക്കുന്ന ഗ്ലോറിഫിക്കേഷൻ, ആ ശക്തീകരണം ഇപ്പോൾ ആരും തിരിച്ചറിയത്തില്ല. The glorification happening in our inner man, no one is able to see that. അകത്ത് നടക്കുന്ന ആ ശക്തീകരണ തേജസ്സിന്റെ അനുഭവം ക്രമേണ നമ്മുടെ പ്രാണനിൽ ദൈവത്തിന്റെ സ്വഭാവമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. The glorification which happens in our inner man, slowly and gradually it will come into our soul as the character of God. Amen. Amen. അതാണ് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുന്നത്. And that is how we grow up to the head of Christ in all things. Amen. Amen. അതാണ് തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുന്ന കാര്യം. That is the matter of receiving the perfect manhood. Amen. Amen. അതാണ് ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുന്ന കാര്യം. That is the growing up to the measure of the stature of Christ. അതാണ് അവന്റെ ഡിവൈൻ നേച്ചറിന്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്ന കാര്യം. This is the matter of becoming heirs or partakers of the divine nature of Christ. ഇത് നമ്മുടെ പ്രാണനിൽ, നമ്മുടെ സോളിൽ, നമ്മുടെ ദേഹിയിൽ നടക്കുന്ന കാര്യമാണ്. And these are things which happen in our soul. Amen. Amen. അകത്ത് നമ്മുടെ ആത്മ മനുഷ്യനിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ ധനത്തിനൊത്തവണ്ണം ശക്തീകരണം നടക്കുന്നു. In our spirit, that is in our inner man,
it is being strengthened according to the riches of His glory. നമ്മുടെ പ്രാണനിൽ അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമായി ദൈവത്തിൻ്റെ സ്വഭാവമായി വെളിപ്പെടുന്നു. And it is being manifested in our soul as the character of God, of അപ്പോൾ Christ. തന്നെ നമ്മുടെ ദേഹത്തിൽ അതിൻ്റെ അളവിലുള്ള ശുദ്ധീകരണം നടക്കുന്നു. And at the same time in our spirit, soul and body, the sanctification is going on. ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. God is preparing us. എന്തിനറിയാമോ? Why? അവൻ്റെ കാബോധ് വെളിപ്പെടുമ്പോൾ അത് വഹിക്കണമെങ്കിൽ ഇത്രയും പ്രക്രിയ നമ്മുടെ അകത്ത് നടന്നിരിക്കണം. He is preparing us so that we may be able to bear when the kabod of God manifest in us. അകത്ത് ദൈവത്തിൻ്റെ കാബോധിനാൽ നമ്മുടെ ആത്മാവ് ശക്തിപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ കാബോധ് നടുവിൽ വെളിപ്പെട്ടാൽ ഒരു മനുഷ്യനോ അത് പ്രാപിക്കാനോ അവരുടെ മുമ്പിൽ നിൽക്കുവാനോ കഴിയത്തില്ല. If our spirit is not strengthened according to the kabod of God, when the kabod of God comes down in our midst, no man can be able to stand nor receive it. മനസ്സിലാകുന്നു പറഞ്ഞ കാര്യം? Are we able to understand this? ഞാൻ പറഞ്ഞതിൻ്റെ മർമ്മം ഗ്രഹിക്കുന്നുണ്ടോ? Are we understanding the mystery of what I'm saying? നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുക. We are in the process of growing up into the purpose of God. ദൈവത്തിന് തൻ്റെ സഭയെ പുതുക്കിയേ മതിയാകൂ. God has the need, or God must renew His church. ദൈവത്തിന് തൻ്റെ സഭയെ പുതുക്കേണ്ട ആവശ്യമുണ്ട്. God has the need to renew His church. ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ നിന്നും ഒരു കൂട്ടം ജനത്തെയും കൂടെ ദൈവസഭയ്ക്കകത്ത് കയറ്റേണ്ട ആവശ്യം ദൈവത്തിനുണ്ട്. He wants to redeem more people from this earth which is being destroyed into His church. അത് കർത്താവിൻ്റെ നേരിട്ടുള്ള ശക്തിയിലൂടെ അവൻ്റെ കാബോധിൻ്റെ പ്രവൃത്തിയിലൂടെ ആയിരിക്കും. And He will do that through His direct power or through His kabod. മനുഷ്യന്റെ പ്രസംഗം കൊണ്ട് മാത്രമല്ല, Not only through the preaching of a man, സാധാരണഗതിയിലുള്ള കൃപാവരങ്ങൾ ഉപയോഗിച്ചിട്ടല്ല, not only through using of the gift of Holy Spirit, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. but His kabod, His glory will അവന്റെ descend. മഹത്വത്തിന്റെ പ്രത്യക്ഷതയുണ്ടാകും. His glory will manifest. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അവൻ തന്നെ ചെയ്യും. And He Himself will do great signs, miracles and wonders. പക്ഷെ അതൊന്ന് വഹിക്കുവാൻ ദൈവത്തിന് ഒരു കൂട്ടം ജനത്തെ ആവശ്യമുണ്ട്. But He needs a group of people who are able to bear it. ആ കാബോധ് അപ്പോൾ വഹിക്കണമെങ്കിൽ അകത്ത് കാബോധിന്റെ ശക്തി നിറഞ്ഞിരിക്കണം. So if we have to be able to bear the glory that comes in our midst, we should be able to be strengthened in our spirit with that glory. മനസ്സിലാകുമോ? Are we understanding? നമ്മുടെ അകത്തെ ആത്മാവിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ധനത്തിനൊത്തവണ്ണം ശക്തിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടാൽ അത് വഹിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് കഴിയത്തില്ലെന്നാണ് പറഞ്ഞത്. What I'm saying is that if our spirit is not strengthened with according to the riches of His glory, we will not be able to carry the kabod of God. നമ്മുടെ പ്രാണൻ വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, നമ്മുടെ ദേഹി സൗഖ്യമാകുന്നില്ലെങ്കിൽ, നമ്മുടെ ദേഹിയും ശരീരവും വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ തേജസ് ഇറങ്ങിയാൽ അത് വഹിക്കാൻ പ്രാപ്തിയില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. What I'm saying is that if our soul and body is not being sanctified, we are not receiving the holiness of God in our soul, we will not be able to bear the glory of God when it comes down. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വെറുതെ അല്ലെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്ന സമയം വരാൻ വേണ്ടി പോവുകയാണ്. The time is coming when we ourselves will know that our fastings and prayers are not for nothing. നിങ്ങൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വൃഥാവല്ലെന്ന് മറ്റുള്ളവർ അറിയുന്ന സമയം വരാൻ വേണ്ടി And the പോവുകയാണ്. time will come when others will understand that our prayer and fasting is not in vain. ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്ന സമയങ്ങൾ, ചിലവഴിക്കുന്ന സമയങ്ങൾ, പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചിലവഴിക്കുന്ന സമയങ്ങൾ വൃഥാവല്ലെന്ന് നിങ്ങളറിയും, ലോകം തിരിച്ചറിയും. The time is coming that we ourselves and the world will understand that all the time and prayers and fasting we ever had in the presence of God is not in vain. അതിനുവേണ്ടി ഒരുങ്ങുന്ന വ്യക്തികൾക്ക് വലിയ പരിശോധനയുണ്ട്, വലിയ ടെസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. And we also should know that those who are preparing in this manner, they have great tests and great struggles. ദൈവം നിങ്ങളെ പരിശോധിക്കാതെ, നിങ്ങളെ തെളിയിക്കാതെ ദൈവത്തിന് നിങ്ങളുടെ മേൽ അവൻ്റെ മഹത്വം പകരാൻ കഴിയത്തില്ലെന്ന് അറിഞ്ഞിരിക്കണം. We should know that God is not able to give us His kabod unless He tests us in every matter. ഹല്ലേലൂയ. Hallelujah. നമ്മൾ വായിക്കുന്നൊരു വാക്യം ഇന്ന് എഫേഷ്യൻസ് 3:20 ആണ്.
We are going to read a verse today from Ephesians chapter 3 verse 20. ഞാൻ അത് അധികം പ്രസംഗിക്കാൻ വേണ്ടി പോകുകയല്ല. I'm not going to preach a lot on this നിങ്ങളിത് വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. because we are in the matter of reading it, and God's Holy Spirit will talk to you. 3:20-21 എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വമുണ്ടാകട്ടെ. We read verse 20 and 21 of chapter 3. Now to him who is able to do exceedingly abundantly above all that we ask or think, according to the power that works in us, to him be the glory in the church by Christ Jesus to all generations forever and ever. Amen. നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം ചെയ്യും. God is able to do exceedingly abundantly above all that we ask or think. നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നത്? What are the things we ask? നമ്മൾ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? What are the things we think? തൊട്ടുമുകളിൽ നമ്മൾ പലവട്ടം വായിച്ചിട്ടുണ്ട്. We have read the portions before this verse. എന്തൊക്കെയാണ്? What are they? വാക്യം 16 verse 16. എന്തൊക്കെയാ? What is അവൻ written? തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഒന്നാമത്തെ പ്രാർത്ഥന. The first prayer is that he would grant you according to the riches of his glory to be strengthened with might through his spirit in the inner man. രണ്ടാമത്തെ പ്രാർത്ഥന. The second prayer, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടത് വരം നൽകണം. verse 17, that Christ may dwell in your hearts through faith. ഇതൊന്നും ഞാൻ പറയാൻ വേണ്ടി പോവല്ല കേട്ടോ. I'm not going to speak everything. 3, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിക്കണം. That you may, being rooted and grounded in love, may be able to comprehend with all the saints what is the width and length and depth and height. 4, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. Fourthly, to know the love of Christ which passes knowledge, that you may be filled with all the fullness of God. 5, ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരണം. Fifth, that you may be filled with all the fullness of God. ആമേൻ. Amen. ഇതൊക്കെയാ പ്രാർത്ഥന. These are the prayers. കർത്താവേ, എനിക്ക് മെഴ്സിഡസ് ബെൻസ് തരണമേ എന്നുള്ള പ്രാർത്ഥനയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The prayer written here is not about praying for Mercedes Benz. അതൊക്കെ നിങ്ങൾക്ക് ബെൻസ് വേണമെങ്കിൽ അത് നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ എന്നെ കൊണ്ടുപോ എന്നും പറയും ബെൻസ് പുറകെ വരും. ബെൻസ് ആവശ്യമുണ്ടെങ്കിൽ. If you are in the need of having to use a Benz car, it will come after you saying take me and go. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. That is what God said. ഇപ്പൊ നമുക്ക് ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ബെൻസ് കാർ പുറകെ വരുന്നില്ല. Because we don't need it, the Benz car doesn't follow us. ഇപ്പൊ മാരുതി മാത്രമേ പുറകെ വരുന്നുള്ളൂ. Only the Maruti is following us. കറക്റ്റ്. ഇപ്പൊ അത് മതി. ഓടിക്കാൻ അറിയാത്തോണ്ടാ, വഹിക്കാൻ അറിയാത്തോണ്ടാ, അല്ല ബെൻസ് വന്നേനായിരുന്നു. It is what is enough for us. That's because we don't know to drive that. നമ്മൾ അങ്ങനെ അറിയണം. അങ്ങനെ നമ്മളെ തൃപ്തിപ്പെടുത്തണം. We should be content in what we have. ഹല്ലേലൂയ. Hallelujah. ഇപ്പോൾ രജനീഷ് പ്രധാൻ ഒരു വീട് വെച്ചിട്ടുണ്ട്. Right now our brother Rajneesh have built a good house. കുറെ കഴിയുമ്പോൾ വീട് വലുതാവും, വലിയ വീടുണ്ടാവും. After some time it will turn into a bigger house. കറക്റ്റ്. അന്ന് വലിയ ആവശ്യം വരുന്നുണ്ടോ? അന്ന് വീട് ആവശ്യമുണ്ട്. Later on there will be a bigger ഇപ്പോൾ ചെറിയ need. മാരുതി കാറാണ്. Right now he has a small Maruti car. നാളെ വലിയ കാർ വേണ്ടി വരും. But tomorrow he might need a bigger അത് അന്ന് car. വന്നോളും. And that time it will come. പക്ഷെ നമ്മൾ ചോദിക്കുന്നതും നനയ്ക്കുന്നതൊന്നുമല്ല. But what we ask or think is not these matters. ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന്, പശ്ചാത്തലത്തിൽ നിന്ന് വചനം എടുത്ത് മാറ്റൽ ആ കുഴപ്പമുണ്ടാവും. If we read the scripture out of its context, there will be a big problem. എന്നാൽ But നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യും. he will do exceedingly abundantly above all that we can ask or think. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തുവാ? So what are we asking? അപ്പോൾ ചോദിക്കുന്ന കാര്യം തന്നെ ചിന്തിക്കാൻ പഠിക്കണം. So we should learn to think the same things we ask. കാര്യം ചോദ്യവും പ്രാർത്ഥനയാണ്, ചിന്തയും പ്രാർത്ഥനയാണ്. Because the asking is also prayer and also the thinking is prayer. ഹല്ലേലൂയ. Hallelujah. വാഗോണ്ട് പറയുന്നതും പ്രാർത്ഥനയാണ്. ഒരു ദൈവ പൈതലിൻ്റെ മനസ്സിലെ മുഴുവൻ ചിന്തകളും പ്രാർത്ഥനകളാണ്. What you speak with your mouth is a prayer, and at the same time a child of God, whatever he thinks is also prayer. കാരണം നമ്മുടെ സകല ചിന്തകളും ദൈവത്തിൻ്റെ ആത്മാവ് പരിശോധിക്കുക. Because the Holy Spirit of God is examining every thought that നമ്മുടെ we have. സകല ചിന്തകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുകയാണ്. All the thoughts we ever have, it is reaching the presence of God.
ഇത് തന്നെ ഞാൻ ദിവസങ്ങൾ പ്രസംഗിക്കേണ്ട കാര്യമാണ്. And this matter is something I can teach a lot, long days. Our thoughts are prayers. നമ്മുടെ ചിന്തകൾ പ്രാർത്ഥനകളാണ്. Our thoughts are prayers. ഹല്ലേലൂയ. Hallelujah. ആ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുകയാണ്. And they come to the presence of God. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരേ കാര്യമായിരിക്കണം. So the things we ask and the things we think, it should be the same thing. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മളെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. And God is giving us the growth into that നമ്മുടെ level. വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമാകുന്ന രീതിയിൽ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. God is changing our entire being into that what we speak, വായിലെ വാക്കുകളും the word of our ഹൃദയത്തിലെ mouth ധ്യാനവും and the meditation of our heart become one, become Amen. pleasing before His ആ presence. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ. God is making it well pleasing in His sight. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ ദൈവം ചെയ്യും. So God will do exceedingly abundantly above all that we ask or think. അപ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യും. So all that was written before this scripture, God will do it. അതിന്റെ അവസാനത്തെ പോയിന്റ് എന്തായിരുന്നു? ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരണം. And the last point is that we be filled with all the fullness of God. അതിനർത്ഥം എന്താ? What is the meaning? അവന്റെ ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവത്തിന്റെ പൂർണ്ണത നമ്മിൽ വരണമെന്നാണ്. It means that the divine nature of God in its fullness should come in us. നിറവിന് പല അർത്ഥങ്ങളാണ്. There are many meanings for the word fullness. പറഞ്ഞല്ലോ ക്രിസ്തു എന്ന തലയോളം വളരുക. We said growing up to the head of Christ. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത, അതാ ഫുൾനെസ്, ആ നിറവ്, ആ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുക. It is to receive the measure of the stature of the fullness of Christ. ക്രിസ്തുവിന്റെ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുക. To receive the complete manhood of Christ. അതെല്ലാം നമ്മുടെ പ്രാണനിൽ നടക്കുന്ന ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രാപിക്കുന്ന കാര്യമാണ്. And all these things are talking about receiving the divine nature of God in our soul. ആ നിറം നമുക്ക് മനസ്സിലായി. And we understand what this fullness means. എന്നാൽ ഈ പറയുന്ന എല്ലാ കാര്യവും എങ്ങനെ നടക്കുന്നത്? But all these things we speak, how are they happening? നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. It is by the power of God which works in us. ആമേൻ. Amen. നിങ്ങൾ എഫേഷ്യൻസിലും കൊലോഷ്യൻസിലും ഒക്കെ ഈ വാക്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വരും. We can see these phrases repeatedly in the book of Ephesians and Colossians. ദൈവം ഇതെങ്ങനെ ചെയ്യുന്നത്? How is God doing all these things? നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. There is a power which works in us. ആ ശക്തിക്ക് ഒരു പേരുണ്ട്. There is a name to that power. അതൊരു വ്യക്തിയാണ്. That it is a person. ശക്തി മാത്രമല്ല, It is not just a power. അതൊരു വ്യക്തിയാണ്. It is a person. ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. And the name of the person is the Holy Spirit. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ദൈവം, The God who is the Father, the Son and the Holy Spirit. പിതാവാം ദൈവം കാൽവരി ക്രൂശിൽ പുത്രന്റെ യാഗത്തിലൂടെ മരണത്തിലൂടെ നമുക്ക് വേണ്ടി ഇതെല്ലാം തികച്ചിരിക്കുക. God has completed everything for us through the death and the resurrection of His Son Jesus Christ. ഇനി നമുക്ക് വേണ്ടി ചെയ്യാൻ ഒന്നുമില്ല. And so we have nothing to do anymore യേശു to do. ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ള, നമ്മെ തേജസ്കരിക്കാൻ ആവശ്യമുള്ള സകലവും അവൻ ചെയ്ത് പൂർത്തീകരിച്ചു. God has already done and completed everything we need for our glorification in Christ. അത് പിതാവിന്റെ കരുണയാണ്. That is the mercy of the Father God. അവന്റെ കൃപയാണ്. It is His grace. നമ്മൾ ആരും ആഗ്രഹിച്ചതല്ല, It is not something we desired. നമ്മൾ ആരും It is പ്രാർത്ഥിച്ചതല്ല, not something we prayed അത് for. അവന്റെ തീരുമാനമാണ്. It was His decision. അവന്റെ ഇഷ്ടമാണ്. It was His desire. അവൻ ക്രൂശിൽ തന്റെ പുത്രനിൽ സമ്പൂർണ്ണമാക്കി. He completed everything in His Son on the cross. ആ പുത്രനിൽ പൂർത്തീകരിച്ച ദൈവത്തിന്റെ കൃപ And that completed the completion of God which He done in Christ, the grace. നമ്മിലേക്ക് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്ന പ്രവർത്തനക്ഷമമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. Holy Spirit is who brings it into our life, in our practical life. അവനെ നിങ്ങൾ ഒരു വ്യക്തിയായി അറിയണം. So you should know Him as a person. അവൻ നമ്മുടെ അകത്ത് ഒരു വ്യക്തിയായി വസിക്കുന്നു എന്നറിയണം. We should know that He dwells in us as a person. നമ്മുടെ ഈ ശരീരം അവന്റെ വിശുദ്ധ മന്ദിരമാണെന്ന് അറിയണം. We should know that this body we have, it is the holy temple of Holy Spirit. അവൻ നമ്മുടെ അകത്ത് വസിക്കുകയാണ്. He is dwelling in us. അവൻ നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. His
He's working upon us. അവന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. His power is working upon us. അവൻ നമ്മുടെ കൂടെ And നടക്കുകയാണ്. He's working with us. അതിന്റെ പേരാ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. That is what we say, the fellowship of the Holy Spirit. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിയണം. So we should know this Holy Spirit. അവൻ എപ്പോഴും നമ്മുടെ അകത്തുണ്ട്. He's always in us. നമ്മുടെ മേൽ അവൻ വ്യാപരിക്കുന്നുണ്ട്. He's working upon us. നമ്മുടെ കൂടെ അവൻ And നടക്കുന്നുണ്ട്. He's working with us. അവൻ പരിശുദ്ധാത്മാവാണ്. He is Holy Spirit. അവൻ ദൈവമാണ്. He is God. ആ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ഈ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും ദൈവം നിവർത്തിക്കും. And through His power, God is going to fulfill everything He said in us. ഹല്ലേലൂയ. അപ്പോൾ Hallelujah. പരിശുദ്ധാത്മാവിന് നാം കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കണം. We should give more careful attention to Holy Spirit. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ കുറച്ചും കൂടെ അല്ല പൂർണ്ണമായി ഇടം കൊടുക്കണം. We should give full space to the Holy Spirit in our heart. പരിശുദ്ധാത്മാവിനൊരു വ്യക്തിയായി അറിയാൻ തുടങ്ങണം. We should begin to know Him, to know Holy Spirit as a person. എപ്പോഴും ഒരുപക്ഷെ നമുക്ക് അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയില്ല എന്നിരിക്കും. Most of the times we may not be able to experience His presence. അവൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും അവൻ നമ്മുടെ ഒപ്പമുണ്ട്. But even though we experience His presence or not, He's always with us. അവൻ നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ട്. He's always dwelling in us. അവൻ നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. He's always upon us. അത് വിശ്വാസത്താൽ അറിയണം. You should know this by faith. വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. So faith has great importance here. നിങ്ങൾ വീട്ടിലേക്ക് നടന്നു കയറുമ്പോൾ നിങ്ങൾ പറയണം, പരിശുദ്ധാത്മാവേ നീ എൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. When you walk into your house, you should say, Holy Spirit, thank you for walking with me. നിങ്ങൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ പറയണം, പരിശുദ്ധാത്മാവേ നീ എൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. When you're working in the kitchen, you should say, Holy Spirit, thank you for being നിങ്ങൾ with me. പുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ പറയണം, പരിശുദ്ധാത്മാവേ നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. When you are studying and when you are writing your exams, you should say, Holy Spirit, thank you for being with me. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു തുടങ്ങണം. You should begin speaking the words of faith. അത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. It is written in His scripture. നിങ്ങൾ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാ നിങ്ങളുടെ അകത്തുണ്ട്. Even though you experience or not, He is always with you. നിങ്ങൾ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും അവൻ നിങ്ങളുടെ മേൽ വസിക്കുന്നുണ്ട്. Even if you don't experience Him or if you experience Him, He is always upon you. അവൻ നിങ്ങളുടെ കൂടെയുള്ള സാന്നിധ്യം അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും അവന്റെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. If you experience His presence with you or not, His fellowship is always with you. അത് വിശ്വാസത്തിൽ പറയാൻ തുടങ്ങണം. And you should speak this out in faith. നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. And you will begin to experience. നിങ്ങൾ അകത്തും പുറത്തും നിങ്ങളുടെ ഒപ്പവും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ തുടങ്ങും. Then you will begin experiencing Holy Spirit in you, upon you, and with you. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ പിതാവാം ദൈവം തികച്ച സകല കൃപകളും പരിശുദ്ധാത്മാ നിങ്ങളിലേക്ക് വെളിപ്പെടുത്താൻ തുടങ്ങും. So Holy Spirit slowly He will begin manifesting into your heart, into your spirit, all the things, all what God has completed in Christ. അതുകൊണ്ട് അവന്റെ പേര് പറഞ്ഞിരിക്കുന്നത് കൃപയുടെ ആത്മാവ്. That's why it is written of Him the name, the Spirit of grace. കൃപയുടെ ആത്മാവ്. Spirit of grace. ഇപ്പൊ കൃപയെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ. So grace is a person. ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് ഞാൻ പറയുന്നത്. I'm speaking of God's grace. യേശുക്രിസ്തുവിന്റെ കൃപയെക്കുറിച്ചാണ് പറയുന്നത്. I'm speaking of the grace of Jesus ആ Christ. കൃപയെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. The grace is a person. അവന്റെ പേര് പരിശുദ്ധാത്മാവാണ്. His name is Holy The Spirit. Spirit of grace. The Spirit of grace. Spirit of grace. It's a Spirit of grace. കൃപയുടെ ആത്മാവ്. It's a Spirit of grace. ഹല്ലേലൂയ. Hallelujah. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ഒരു ഇന്റിമസിയിലേക്ക് ചേർന്ന് വരണം. We should grow in our intimacy with Holy Spirit. എങ്കിൽ മാത്രമേ പിതാവാം ദൈവം പൂർത്തീകരിച്ചിരിക്കുന്ന യേശുവിൽ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഓരോ അനുഭവങ്ങളും നമ്മിൽ വെളിപ്പെട്ടു വരികയുള്ളൂ. Only then all the things God has completed in Christ will come in our life. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് എഫേഷ്യൻസ് 5:18 What I spoke last week and concluded on is Ephesians chapter 5. നമ്മൾ ആത്മാവ് നിറഞ്ഞവരാകണം. We should become filled with the Spirit. ആ ദൈവത്തിന്റെ കൽപ്പനയാണ്. It is the commandment of അപ്പോൾ God. രണ്ട് തരത്തിലുള്ള നിറവുണ്ട്. So there's two kinds of
infilling. ഒന്ന്, അവൻ നമ്മുടെ സ്വഭാവമായി മാറുന്ന ഒരു നിറവുണ്ട്. The one kind of infilling is him becoming our nature, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരിക, being filled with all the fullness of God, ക്രിസ്തു എന്ന തലയോളം വളരുക, growing up to the head of Christ, ക്രിസ്തുവിൻ്റെ ഫുൾനെസ്, അവൻ്റെ സമ്പൂർണ്ണത ആ പ്രായത്തിന് അളവ് പ്രാപിക്കുക. receiving the measure of the stature of the fullness of അത് നമ്മൾ Christ. യേശുവിനെ പോലാകുന്ന കാര്യമാണ്. It is talking about becoming like Christ. അത് ദൈവത്തിൻ്റെ ഡിവൈൻ നേച്ചർ നമ്മളിലേക്ക് ഇങ്ങനെ തുന്നി നമ്മളിലേക്ക് ഇങ്ങനെ തയ്ച്ചു ചേർക്കുന്ന കാര്യം പറഞ്ഞു വരിക. It is talking about the nature of God, divine nature of God being knit into our hearts. അതിങ്ങനെ സമയമെടുത്ത് നടക്കുന്ന കാര്യമാണ്. It takes time. Gradually it grows in us. പക്ഷെ അടുത്തൊരു നിറവ്, But the other kind of അത് infilling, ഇൻസ്റ്റന്റ്ലി പെട്ടെന്ന് നടക്കുന്ന നിറവാണ്. it is an infilling that happens instantly. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് അങ്ങ് നിറയുകയാണ്. Holy Spirit is filling us. അവന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയാണ്. He is filling us with His presence. ഈ നിറവിന് പല അർത്ഥങ്ങളാണ്. There's many meanings for the word ഒരു fullness. ഉദാഹരണം പറയാം. I'll say one word, one വചനം meaning. പറയുന്നു, യേശുവിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ജനം കോപം നിറഞ്ഞവരായി. We see in the word that the multitudes were filled with anger when they heard the words of Jesus Christ. യഹൂദന്മാർ യേശുവിൻ്റെ പഠിപ്പിക്കൽ കേട്ടപ്പോൾ കോപം നിറഞ്ഞവരായി. The Jews, they got filled with anger when they heard the words of Jesus വേറെ വചനം Christ. ജനം ഭയം നിറഞ്ഞവരായി. And on the scripture we see the crowd filled with fear. വേറെ വചനം ജനം സന്തോഷം കൊണ്ട് നിറഞ്ഞവരായി. We see in another place that the crowd were filled with joy. മൂന്ന് പദം. There's three phrases: കോപം കൊണ്ട് നിറഞ്ഞു, filled with anger, ഭയം കൊണ്ട് നിറഞ്ഞു, filled with fear, സന്തോഷം കൊണ്ട് നിറഞ്ഞു. filled with joy. എന്തുവാ കോപം കൊണ്ട് നിറയുക? What is the meaning of being filled with anger? നമുക്ക് എല്ലാവർക്കും അറിയാം. We all know that. മിക്കപ്പോഴും നമ്മൾ നിറയുന്ന ഒരു നിറവാണ് കോപം കൊണ്ടുള്ള നിറവ്. It is a infilling we mostly have is the infilling of anger. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കോപം കൊണ്ട് നിറയാറുണ്ട്. Everyone seated here, including the children, can be filled with anger. മിക്കപ്പോഴും, In most times. ചിലപ്പോൾ എല്ലാ ദിവസവും. Sometimes every day. നമ്മൾ കോപം കൊണ്ട് നിറയുമ്പോൾ നമുക്കറിയാം. When we get filled with the anger, we can understand it. ആ കോപം എന്ന വികാരത്തിൻ്റെ നിറവാണ് നമ്മളെ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. That emotion of anger, when it fills us, that is what controls us. ഒന്നാമത് നമുക്കത് അനുഭവിക്കാം. Firstly, we are able to experience it. ആ വികാരം നമുക്ക് എന്താണെന്ന് അനുഭവിക്കാം. ആരും പഠിപ്പിക്കണ്ട. No one has to teach us. We can experience that emotion called anger. രണ്ടാമത്, ആ സമയത്ത് ചിന്തകളെ നിയന്ത്രിക്കുന്ന കോപമാണ്. And secondly, the thing that controls our thoughts is anger. നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുന്ന കോപമാണ്. That anger guides our words. നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളെ, ആക്ഷൻസ് നിയന്ത്രിക്കുന്ന കോപമാണ്. And anger controls our actions. നമ്മുടെ കംപ്ലീറ്റ് ബോഡിയെയും കോപം നിയന്ത്രിക്കും. The anger starts to control our entire body. രണ്ട്, ഭയം. Secondly, fear. ഭയം നിറഞ്ഞവർ പലരും ഇവിടെ ഉണ്ടല്ലേ, അനുഭവിച്ചിട്ടുണ്ട്. Many of us here have experienced fear. ഭയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. Everybody knows what fear is. നമ്മൾ അകത്ത് അനുഭവിക്കല്ലേ. Because we are experiencing it inside. ഹല്ലേലൂയ. Hallelujah. ആ സമയത്ത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് ഭയമാണ്. At that time, fear is what controls it's filled in our thoughts. നമ്മുടെ വാക്കുകളെ ഭയം നിയന്ത്രിക്കുന്നു. Fear controls our speech. ശരീരത്തിന്റെ ആക്ഷൻസിനെ ഭയം നിയന്ത്രിക്കുന്നു. And fear also controls our bodily actions. മൂന്ന്, സന്തോഷം കൊണ്ട് നിറഞ്ഞു. Thirdly, joy, being filled with joy. സന്തോഷം കൊണ്ട് നിറയുമ്പോൾ നമുക്കറിയാം. When we are filled with joy, we can understand it. നമ്മൾ അനുഭവിക്കുകയല്ലേ. Because we are experiencing it. ആ സന്തോഷം എന്ന വികാരം നമ്മൾ അനുഭവിക്കുക. We are experiencing the emotion called joy. ചാടി നിരിക്കും, തുള്ളി നിരിക്കും, പാടി നിരിക്കും, അല്ലേ, എല്ലാം We ചെയ്തിരിക്കും. might dance, we might jump around, we may sing. ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. Because our heart is filled with joy. ആ വികാരം അനുഭവിക്കാൻ കഴിയുന്ന വികാരമാണ്. Emotions we are able to experience. ഇപ്പോൾ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് സന്തോഷമാണ്. Now the joy is what controls my thoughts. എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുന്ന സന്തോഷമാണ്. Joy. Come on. Joy controls our speech. Hallelujah. Hallelujah. ശരീരത്തിന്റെ ആക്ഷൻസ്, ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സന്തോഷമാണ്. Joy controls our actions. Correct. അതേ വാക്യം പറയുന്നു, ശിഷ്യന്മാർ പരിശുദ്ധാത്മാവും സന്തോഷവും കൊണ്ട് നിറഞ്ഞു. And the same scripture says the disciples were filled with joy, with happiness.
with joy and Holy Spirit. With joy and Holy Spirit. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവും സന്തോഷവും കൊണ്ട് നിറഞ്ഞു. It says the disciples were filled with joy and the Holy Spirit. കോപം കൊണ്ട് നിറയുക. So you can be filled with the anger. കോപം കൊണ്ട് നിറയുക. Filled with anger. ഭയം കൊണ്ട് നിറയുക. Filled with fear. സന്തോഷം കൊണ്ട് നിറയുക. Filled with joy. അതിന്റെ കൂടെ ചിന്തിച്ച് ആത്മാവ് കൊണ്ട് നിറയുക. So think along with it being filled with Holy എന്താർത്ഥം? Spirit. What is the meaning? പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ When Holy Spirit is filled in you, അതെനിക്ക് അനുഭവിക്കാം. I can experience it. നിറഞ്ഞെങ്കിൽ അനുഭവിക്കാൻ പറ്റൂ. Only if you are filled, you will be able to ഞാൻ experience. പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. If I say, you will not understand. നിറയുന്ന ഒരു അനുഭവമുണ്ട്. There is an experience of being filled. അതങ്ങ് അറിയാമെന്ന്, That time you will understand. You അത് will know അനുഭവിക്കാമെന്ന്. because you will experience. സന്തോഷം അനുഭവിക്കുന്നത് പോലെ, സന്തോഷം നിറയുമ്പോൾ സന്തോഷം അനുഭവിക്കുന്നത് പോലെ, The same way when you are filled with joy and you experience joy. ഭയം നിറയുമ്പോൾ ഭയം അനുഭവിക്കുന്നത് പോലെ, The same way when fear fills your heart and you experience കോപം fear. നിറയുമ്പോൾ കോപം അനുഭവിക്കുന്നത് The പോലെ, same way you experience anger when it is filled in your heart. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമ്മൾ അവനെ അനുഭവിക്കുകയാണ്. The same way you will experience Holy Spirit when Holy Spirit fills your heart. സന്തോഷം, സമാധാനം, സ്നേഹം, ഇന്ദ്രിയജ എന്ന് വേണ്ട ആത്മാവിന്റെ മുഴുവൻ ഫലവും അനുഭവിക്കുകയാണ്. You will begin to experience love, joy, self-control, all the gift of all the fruit of Holy Spirit. അനുഭവിക്കുകയാണ്. You are experiencing. ആ സമയത്ത് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. Secondly, Holy Spirit is the one who controls your thoughts. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വാക്കുകളെ He നിയന്ത്രിക്കുകയാണ്. will control your speech. നിങ്ങളുടെ ശരീരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുകയാണ്. He will control the actions of your നിങ്ങൾ body. സമ്പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലാണ്. You will be completely in the control of Holy Spirit. അതിന്റെ പേര് ആത്മനിറവ്. That is what we call the infilling of Holy Spirit. നിങ്ങൾ ആത്മനിറവിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ പൂർണ്ണമായും ആത്മാവിന്റെ കൺട്രോളിലാണ്. When you're in the infilling of Holy Spirit, your thoughts are fully under the control of Holy Spirit. നിങ്ങളുടെ വാക്കുകൾ ആത്മാവിന്റെ കൺട്രോളിലാണ്. Your words, your speech is under the control of നിങ്ങളുടെ Holy Spirit. ശരീരത്തിന്റെ ചലനങ്ങൾ, ആക്ഷൻസ് ആത്മാവിന്റെ കൺട്രോളിലാണ്. All your actions of your body is under the control of Holy Spirit. വീഞ്ഞു കുടിച്ചാൽ, മത്തനായാൽ വീഞ്ഞ് നിങ്ങളെ കൺട്രോൾ ചെയ്യും. If you drink wine and you become drunk with it, the wine will control you. ആ വ്യക്തിക്ക് തൻ്റെ മേൽ കൺട്രോൾ ഇല്ല. The person has no more control over himself. വീഞ്ഞു കുടിച്ച് മദ്യം കുടിച്ച് ഫിറ്റായവൻ അവന് ഇനി അവൻ്റെ മേൽ കൺട്രോൾ ഇല്ല, വീഞ്ഞ് അവനെ കൺട്രോൾ ചെയ്യുന്നത്. The man who has drunk wine and is drunk with wine, he doesn't have control over himself, but the wine he drank controls him. അതുപോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ, So the same way when Holy Spirit is filled with നമ്മളെ you, പിന്നെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? who is controlling you? പരിശുദ്ധാത്മാവാണ്. It is Holy Spirit who controls ആ you. നിറവ് അനുഭവിക്കാൻ കഴിയും. That time you will experience that infilling. നിറവിന് അനുഭവമുണ്ട്. There is an experience to that അത് infilling. ആത്മാവിന്റെ മുഴുവൻ ഫലമാണ്. And that is the complete fruit of the Holy അത് Spirit. ജീവനും സമാധാനവുമാണ്. It is life and peace. ഞാൻ കഴിച്ച് പറഞ്ഞു, പരിശുദ്ധാത്മാവ് absolute perfection ആണ്. As I said last week, Holy Spirit is absolute perfect. പരിശുദ്ധാത്മാവ് സമ്പൂർണ്ണനാണ്. He's complete, he's perfect. ഞാൻ ആത്മാവിൽ നിറയുമ്പോൾ When I am filled with the Holy എനിക്ക് Spirit, ആ സമയത്ത് ഒരു പെർഫെക്ഷൻ ഉണ്ട്. ഞാൻ absolute perfect സ്റ്റേറ്റിലായിരിക്കും. at that point I'll be in absolute perfection. ഒരു കുറവും എന്നെ കാണത്തില്ല. There'll be no shortcoming in me. എൻ്റെ അകത്ത് കുറെ കുറവൊക്കെ ഇരിപ്പുണ്ട്. In me there's a lot of shortcomings. അശുദ്ധികളൊക്കെ ഇരിപ്പുണ്ട്. There's a lot of uncleanness within me. നിറവിൽ ഒന്നും വെളിപ്പെടുത്തില്ല. But when I'm in the infilling of Holy Spirit, all this will not ഈ ഒരു manifest. നിറവിൽ നമുക്ക് എല്ലായ്പ്പോഴും ജീവിക്കാം. So we should be able to live continuously in this infilling. അതിന് പരിശുദ്ധാത്മാവുമായി നമുക്ക് വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണം. For this we need to have a personal relationship with Holy ഞാൻ Spirit. ഇന്ന് എൻ്റെ വാക്കുകൾ നിർത്താൻ വേണ്ടി പോവുകയാണ്. I am going to conclude my words today. നിങ്ങൾ ഈ നിമിഷം തുടങ്ങി പരിശുദ്ധാത്മാവുമായിരിക്കുന്ന വ്യക്തിപരമായ ബന്ധത്തിന് വേണ്ടി ആഗ്രഹിക്കണം. From this time forward, we need to desire for that personal relationship with Holy Spirit. പിതാവാം ദൈവം പുത്രൻ്റെ ക്രൂശിൽ നിവർത്തിച്ച സകല കൃപകളും നമ്മിലേക്ക് തരുന്നത്, നമുക്ക് അനുഭവമാക്കുന്ന പരിശുദ്ധാത്മാവാണ്. Holy Spirit is the one who brings all the grace, all the blessings of God which He completed in Christ on the cross into our life. നമ്മൾ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നില്ല. We are not worshipping Holy Spirit. നമ്മൾ പിതാവിനെയും പുത്രനെയും ആരാധിക്കുന്നുണ്ട്. We worship the Father and the Son. പക്ഷേ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നില്ല. But we don't worship the Holy Spirit. കാരണം അങ്ങനെ വചനം പറയാത്തതുകൊണ്ടാ. Because the word does not say that. പരിശുദ്ധാത്മാവ് വന്നത്
നമുക്ക് പിതാവിനെയും പുത്രനെയും ആരാധിക്കാൻ സ്തോത്രം ചെയ്യാനും വേണ്ടിയാ. But the Holy Spirit came that we may be able to worship the Father and the Son. പരിശുദ്ധാത്മാവ് വന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും കൃപകൾ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി. And the Holy Spirit came so that He may impart to us all the grace, all the blessings of God and the Son. അപ്പോൾ ഈ ഒരു നിറവ് നമുക്ക് എല്ലായ്പ്പോഴും പ്രാപിക്കാൻ പറ്റും. So we should be able to experience or receive all the time this infilling. എല്ലാ മിനിറ്റും എല്ലാ സെക്കൻഡും നിങ്ങൾക്ക് ആത്മാവിൻ്റെ നിറവ് ജീവിക്കാൻ പറ്റും. We will be able, we are able to live in the Spirit at every minute and every second. അതിന് പരിശുദ്ധാത്മാവായ ഇന്റിമസിയിലേക്ക് വരണം. For this we need to come into the intimacy with Holy Spirit. ആദ്യം നിങ്ങൾ വചനം വിശ്വസിക്കണം. For this, first of all, we need to believe the word. അവൻ നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. He is dwelling in you. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. He is working upon you. അവന്റെ കൂട്ടായം നിങ്ങളുടെ കൂടെയുണ്ട്. And His fellowship is with you. ഇപ്പോൾ ഞാൻ ഇതൊന്നും അനുഭവിക്കുന്നില്ല. At this moment I'm not experiencing all this. പക്ഷേ വിശ്വസിക്കണം. But believe. വാഗൊണ്ട് പറയാൻ തുടങ്ങണം. And you should begin speaking with your mouth. വിശ്വാസത്തിൽ ഉറക്കണം. You should be grounded in faith. ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവമാകാൻ തുടങ്ങും. And all these things will become experience in our life. അനുഭവമല്ല ആദ്യം വരുന്നത്. Experience does not come first. വിശ്വാസമാണ് ആദ്യം വരുന്നത്. Faith comes first. വിശ്വാസം ആദ്യം വരുന്നു. Faith is what comes first. അതിന്റെ കൂടെ അനുഭവം വരികയാണ്. And along with faith, experience will come. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവിനെ നമുക്ക് സൗജന്യമായി തന്നിരിക്കുക. God has given us freely His ദൈവത്തിന്റെ Spirit. വലിയൊരു ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. Holy Spirit is the greatest gift of God. അതിന് നമ്മൾ ഒരു വിലയും കൊടുത്തില്ല. We have not given we have not paid any price. ആ വില യേശു കൊടുത്തു. But Jesus paid the അവന്റെ price. സ്വന്തം ജീവനെയാ കൊടുത്തത്. He gave His own life. എന്നാൽ നമ്മുടെയൊക്കെ ആത്മാവ് നിറയണമെങ്കിൽ But if the Spirit has to be filled in us, നമ്മളൊരു വില കൊടുക്കണം. we have to pay a price. എന്റെ വാക്ക് കേട്ടോ? Do you listen? പരിശുദ്ധാത്മാവ് സൗജന്യമാണ്. Holy Spirit is given to us freely. അതിന്റെ വില യേശു കൊടുത്തിട്ടുണ്ട്. Jesus paid the price. നമ്മൾ ഒരു വിലയും കൊടുക്കണ്ട. We don't have to pay പക്ഷേ anything. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ജീവിക്കണമെങ്കിൽ But if we have to live in the infilling of Holy Spirit, അവന്റെ കൂട്ടായ്മ ഏത് നിമിഷം അനുഭവിക്കണമെങ്കിൽ if we have to experience His fellowship at all times, നമ്മൾ വില കൊടുക്കണം. we have to pay a price. സത്യത്തിൽ ഞാൻ അതാ ഇന്ന് പ്രസംഗിക്കേണ്ടത്. That is in truth what I should be preaching today. അവിടെ എത്തിയപ്പോൾ സമയം തന്നെ നമ്മുടെ കഴിഞ്ഞു പോയി. But time has already passed when I reached the point. വില കൊടുക്കണം. We need to pay the price. ആത്മാവ് നിറയണമെങ്കിൽ If you have to be filled with the Holy Spirit, you need to pay the അവൻ price. ഇഷ്ടമില്ലാത്തതെല്ലാം നോ എന്ന് പറയണം. We should be able to say no to all the things He dislikes. നമ്മുടെ ഹൃദയത്തിലെ സകല പാപങ്ങളെയും ഒഴിക്കാൻ തീരുമാനമെടുക്കണം. We should take decision to pour out all the sin in us. കഴിഞ്ഞ 40 days ഫാസ്റ്റിംഗിന്റെ തുടക്ക പോയിന്റതാണ് ഹൃദയത്തിലെ ദുർനിക്ഷേപങ്ങളെല്ലാം നീക്കം ചെയ്യണം. That was the beginning, the first point of our previous 40 days, to remove all the evil treasure in our heart. രണ്ട്, നമ്മുടെ സ്വയത്തെ നീക്കം ചെയ്യണം. Secondly, to remove ourselves, ക്രൂശ് വഹിക്കണം. to carry the cross, എൻ്റെ സ്വന്തം ആഗ്രഹമെല്ലാം മാറ്റണം. to set aside all our personal interests. കേട്ടെ, പരിശുദ്ധാത്മാവിനെ പോലെ സെൻസിറ്റീവ് ആയിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയത്തില്ല. There's no other personality in the scripture we can see apart from the Holy Spirit who is that much sensitive. പിതാവാം ദൈവത്തെ കുറിച്ച് നമുക്ക് അല്പം അറിവുണ്ട്. We have a little bit of knowledge of the Father, യേശു കർത്താവിനെ കുറിച്ച് നമുക്ക് അറിയാം. and we know about Christ. പിതാവിനെതിരെയും പുത്രനെതിരെയും പറയുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കും. All the blasphemy against the Father and the Son will be forgiven. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞ ക്ഷമിക്കത്തില്ല. But the blasphemy against the Holy Spirit will not be forgiven. അത് മറ്റൊരു സബ്ജക്റ്റാ. ഓക്കെ, That is another subject, but പരിശുദ്ധാത്മ അത്ര സെൻസിറ്റീവായ വ്യക്തിയാണ്. Holy Spirit is that sensitive. ഒന്നുകിൽ ഒരാൾക്ക് ഒരു സമയത്ത് ഭരിക്കാൻ പറ്റത്തുള്ളൂ. Only one person can reign at one time. ഒന്നുകിൽ ഞാൻ എന്നെ ഭരിക്കും, Either I reign in me, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ ഭരിക്കും. or the Holy Spirit will rule in me. ഞാൻ 1% എന്നെ ഭരിക്കുന്നെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ഭരിക്കാൻ പറ്റത്തില്ല. If I take the reign in my hands, even to 1%, the Holy Spirit will not take the rule. 99% ഞാൻ എന്നെ തിരിച്ചു, 1% ബാലൻസ് ഉണ്ടെങ്കിലും ആത്മാവിന് 24/7 എന്നെ നിറയ്ക്കാൻ പറ്റത്തില്ല. Even though I deny myself 99% and the 1% is in my hand,
the Holy Spirit will not be able to fill me 24/7. 1% എൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ If I decide, even though it be 1%, അവനെ നിറയ്ക്കാൻ പറ്റത്തില്ല. Holy Spirit will not be able to fill in my heart. അവന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ. Only His will happen. നമ്മൾ അവനെ അതിനു വേണ്ടി അനുവദിക്കണം. We should allow Him for that. അവൻ തള്ളിക്കയറി വരത്തില്ല. He is not someone who pushes into our life. നമ്മൾ പറയണം. We should say. നമ്മൾ അങ്ങനെ സമർപ്പിച്ചു കൊടുക്കണം. We should be submissive. അവൻ നമ്മെ നിറയ്ക്കാൻ തുടങ്ങും. And He will begin to fill us. അവന്റെ ഫെലോഷിപ്പ് അനുഭവിക്കാൻ തുടങ്ങും. We will begin to experience His fellowship. ഞാൻ കഴിഞ്ഞ പറഞ്ഞു, നമുക്ക് ആത്മീയ അഭിവൃദ്ധി തരാത്തതെല്ലാം കളയണം. As I said last week, all that which does not give us spiritual growth, we should throw it away. ലോകത്തിലുള്ളതെല്ലാം പാപമല്ല. Not everything in the world is sin. പക്ഷേ ഞാൻ ലോകത്തിലുള്ളതിനെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു നിറവനിലേക്ക് വരും. But when I receive something of this world, that will fill in my heart. സോഷ്യൽ മീഡിയയിലെല്ലാം പാപമല്ല. Everything in social media is not sin. എല്ലാ മെസ്സേജുകളും എല്ലാ ന്യൂസുകളും പാപമല്ല. All the messages and all the news are not sin. പക്ഷെ ആ ന്യൂസുകൾ ഞാൻ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു നിറവ് എനിക്കുണ്ടാകുക. But when I'm giving my ear to listen to all this news, it is filled in my heart. പാപമല്ലാത്തൊരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയ്ക്ക് പോലും ഉണ്ടാകത്തൊരു നിറവുണ്ടെന്നാ പറഞ്ഞത്. What I'm saying is that even though I'm watching a video which has no sin in it, it is filling in my heart. ഞാൻ ഫോണിൽ വാട്സാപ്പിൽ സമയം ചെലവഴിക്കുമ്പോൾ അതിൻ്റെ ഒരു നിറവെൻ്റെ അകത്തുണ്ടാകുക. When I'm spending time in WhatsApp in my phone, that feeling is in my heart. പരിശുദ്ധാത്മാവിന് നമ്മളിൽ നിറയാൻ പറ്റത്തില്ല. And the Holy Spirit will not be able to fill in us. ഇവിടെയാണ് നമ്മൾ വില കൊടുക്കേണ്ടത്. This is the place where we pay the price. പരിശുദ്ധാത്മാവിന്റെ നിറവിന് തടസ്സമായിരിക്കുന്ന സകല കാര്യങ്ങളെയും നീക്കം ചെയ്യണം. We should remove from us all that which is hindrance to the infilling of Holy Spirit. നിങ്ങളുടെ ഓരോ മിനിറ്റുകളും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കാൻ തുടങ്ങണം. We should start living every minute of our life in attention. നിങ്ങൾ നിറവ് മനസ്സിലാക്കും. And you will understand the infilling. നിറവില്ലാത്തതും മനസ്സിലാക്കും. And you will also understand when there is no infilling. നിറവ് ജീവന്റെ സമൃദ്ധിയായിരിക്കും. The infilling will be the abundance of life. നിറവില്ലാത്തത് മരണമായിരിക്കും. And when there is no infilling, it will be death. നിങ്ങൾ ജീവനും മരണവും എന്താണെന്ന് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ നിങ്ങളുടെ അകത്ത് അറിഞ്ഞുകൊണ്ടിരിക്കും. You will begin to understand, to know the differences, the experience of life and the experience of death in seconds and in minutes. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് ജീവനാണ്. The experience of the Holy Spirit of God is life, സമാധാനമാണ്, is peace, സന്തോഷമാണ്, is joy, ആശ്വാസമാണ്. it is comfort. ആ നിറവില്ലായ്മ, The lack of the infilling of Holy Spirit is death. മരണം വന്നു, Death has come, നിരാശ വന്നു, depression, ഭാരം വന്നു, burden, ഭയം വന്നു, fear, അശുദ്ധി വന്നു, uncleanness has come, പാപങ്ങൾ വന്നു. sins will come. ഈ നിറവും നിറവില്ലായ്മയും നിങ്ങൾ അറിയാൻ തുടങ്ങും. And you will understand, you will begin to understand when you are in the infilling and when you are not. ജീവനും മരണവും അകത്തറിയാൻ തുടങ്ങും. You will begin to know life and death. മരണത്തിന്റെ ആഴം നിങ്ങൾ അനുഭവിക്കാൻ You തുടങ്ങും. will begin to experience the depths of death. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ജീവൻ അനുഭവിക്കുന്നില്ലെങ്കിൽ അത് മരണം തന്നെയാണ്. When you are not experiencing the life which is in the Spirit of God, you are experiencing ഇങ്ങനെ death. ജീവനും മരണവും നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. Like this, you will begin to experience life and death. നിങ്ങൾ ലോകത്തിന്റെ വഴിക്ക് പോകുമ്പോൾ, When you walk in the ways of the world, പാപത്തിന്റെ വഴിക്ക് when you പോകുമ്പോൾ, walk in the ways of sin, ലോകത്തിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ when you go into the things of the world, മരണം അനുഭവിക്കാൻ you തുടങ്ങും. will experience death. ആ മരണത്തിന്റെ തീവ്രത ഗ്രഹിക്കാൻ തുടങ്ങും. You will understand the depths of death. അങ്ങനെ പരിശുദ്ധാത്മ നിങ്ങളെ പഠിപ്പിക്കും. In this way, Holy Spirit will teach us. അവസാനം നിങ്ങൾ ഒരു പോയിന്റിൽ വന്നു നിൽക്കും. And at the end, you will reach a point. അതെന്താണെന്നറിയാമോ? Do you know what it is? നിങ്ങൾക്ക് ലോകം വേണ്ട. You don't want the world. നിങ്ങൾക്ക് പാപം വേണ്ട. You don't want sin. ജഡത്തിന്റെ സുഖം വേണ്ട. You don't want the comfort of the flesh. ലോകത്തിന്റെ നന്മകൾ വേണ്ട. You don't want the blessings of the world. പലരുമായിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് വേണ്ട. You don't want the friendship with some people. പലരുമായുള്ള ഫോൺ സംഭാഷണം വേണ്ട. You don't want the
phone calls with some people. വാട്സപ്പ് നിങ്ങൾക്ക് വേണ്ട, You don't want WhatsApp. ട്വിറ്റർ നിങ്ങൾക്ക് വേണ്ട, You don't want Twitter. ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് You വേണ്ട, don't want Instagram. ഫേസ്ബുക്ക് നിങ്ങൾക്ക് You വേണ്ട, don't want FB. യൂട്യൂബ് നിങ്ങൾക്ക് വേണ്ട, You don't want YouTube. ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് വേണ്ട, You don't want newspaper. പല ബന്ധങ്ങളും നിങ്ങൾക്ക് You വേണ്ട, don't want some of the relationships you പല have. കൂട്ടായ്മയ്ക്കും പോകേണ്ട ആവശ്യം വരുന്നില്ല, You don't want to go to some kind of പല ഫ്രണ്ട്ഷിപ്പിനും പോകേണ്ട ആവശ്യം You don't വരുന്നില്ല. want to go to certain friendships. നിങ്ങൾ ചില ഏകാന്തതയിലേക്ക് മാറ്റപ്പെടുക. You would come into certain solitudes. ഇതാണ് പേയിങ് ദ പ്രൈസ്, ഇതാണ് വില കൊടുക്കുന്നത്. This is how you pay the price. പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത സകലത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കാൻ അഭ്യസിക്കും. You will be trained to stay away from everything that does not please the Holy Spirit. നിങ്ങളുടെ ഓരോ ചിന്തകളെ നിങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങും. You will begin to control every thought. ദൈവാത്മാവിന് ഇഷ്ടമില്ലാത്ത സകല ചിന്തകളെ നിങ്ങൾ നീക്കാൻ തുടങ്ങും. You will begin to throw out all the thoughts which Holy Spirit doesn't നിങ്ങളുടെ like. സകല വികാരങ്ങളുടെ മേൽ നിങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങും. You will have control over all your emotions. അല്ല, അവിടെ എല്ലാം ആത്മാവിന് ഇടം കൊടുക്കും. In all these areas you will give the place to the Holy നിങ്ങൾ Spirit. പരിശുദ്ധാത്മാവിന്റെ സമ്പൂർണ്ണമായ നിറവിലേക്ക് വരും. And you will come to the complete infilling of the Holy Spirit. നിങ്ങൾ ആ നിമിഷം തുടങ്ങി ആത്മാവിനൊത്ത് നടക്കാൻ തുടങ്ങും. And from that moment you will walk according to the Spirit. നിങ്ങൾ സ്വയത്തിനൊത്ത് നടക്കത്തില്ല, You will no longer walk according to the flesh. ജഡത്തിൽ നടക്കത്തില്ല, You will not walk according to the flesh nor the മനസ്സ് self. പറയുന്ന കേട്ട് നടക്കത്തില്ല. You will not listen to the mind and walk. നിങ്ങൾ ആത്മാവിൽ ജീവിക്കാൻ You തുടങ്ങും. will begin living in the Spirit. ആത്മാവിൽ നടക്കാൻ You തുടങ്ങും. will begin walking in the Spirit. പരിശുദ്ധാത്മാവായിരിക്കുന്ന ആഴത്തിലുള്ള കൂട്ടായ്മ അനുഭവിക്കാൻ തുടങ്ങും. And you will experience the deep relationship with Holy Spirit. നിങ്ങൾ അവനെ അനുഭവിക്കാൻ തുടങ്ങും. You will begin experiencing Him. നിങ്ങൾ അവനിൽ ജീവിക്കാൻ You തുടങ്ങും. will live in Him. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് പരിശുദ്ധാത്മാവായി തീരും. And Holy Spirit will become your best friend. അതാ യേശു പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ വന്നാൽ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ഭാര്യയും എല്ലാം ഉപേക്ഷിക്കണമെന്ന്. That's what Jesus said. If you want to follow me, the man who has to follow me has to abandon or be separate from his father, mother, and his brothers and his wife. അതിനർത്ഥം അവരെല്ലാം ഉപേക്ഷിക്കാനല്ല. The meaning is not to forsake them. യേശുവിന് കൊടുക്കുന്ന സ്നേഹം അവർക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. The meaning is the love you give to Jesus cannot be given to the rest of ഒന്നാം them. സ്ഥാനം യേശുവിന്, The first priority, first place ഒന്നാം is for സ്നേഹം Jesus. യേശുവിന്, The first love is for Jesus. ഒന്നാം സ്നേഹം The പരിശുദ്ധാത്മാവിന്. first love is for Holy അതിന് Spirit. താഴെ മാത്രമേ എനിക്ക് എല്ലാ ബന്ധങ്ങളുമുള്ള. Only below that love is every other relationship. അങ്ങനെ ഒരു ഹൃദയം നിങ്ങളുടെ അകത്തേക്ക് തരാൻ വേണ്ടി പോവുകയാണ്. He is going to give you that heart. പക്ഷെ അതിന് തീരുമാനമെടുക്കണം. But you need a decision. തീരുമാനമെടുത്താൽ നിങ്ങൾ പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ഇന്റിമസി നടക്കാൻ തുടങ്ങും. If you take that decision now, you will begin to walk in that intimacy with Holy Spirit. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. All these things are the changes which happens in our heart. നിങ്ങളുടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ പോലും അറിയണമെന്നില്ല. The husband or the wife seated near you may not understand. ഇതെല്ലാം അകത്ത് നടക്കും. It will all happen inside. നമുക്ക് അതിനോട് ഏൽപ്പിച്ചു കൊടുക്കാം. Let us submit ourselves for നമുക്കൊന്ന് this. പ്രാർത്ഥിക്കാൻ തുടങ്ങാം. Let us begin praying. പരിശുദ്ധാത്മാവിന് നിറയ്ക്കാൻ എന്തൊക്കെയാ നമ്മുടെ അകത്തുള്ളത് അതെല്ലാം ഒന്ന് വിട്ടുകൊടുക്കാം. Let us let go. Let it go. All the things that Holy Spirit doesn't like. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. Let us stand up and pray. മുറുകെ പറ്റുന്ന പാപമാണോ വിഷയം? Is it the sin that entangles us? നിങ്ങളുടെ പ്രശ്നം മുറുകെ പറ്റുന്ന പാപമാണോ? Is your issue about the sin that entangles you? കർത്താവിനോട് പറ. Tell that to the Lord. അവൻ സഹായിക്കും. He will help you. നമ്മിൽ വ്യാപരിക്കും ശക്തിയുണ്ട്. There is the power which works in us. അവന്റെ പേര് പരിശുദ്ധാത്മാവാണ്. His name is Holy ആ Spirit. മുറുകെ പറ്റുന്ന പാപത്തെ അവൻ തകർത്തു കളയും. He will destroy the sin that entangles us. നമ്മുടെ പ്രശ്നം ഭാരമാണോ? Is our issue burden? ആത്മാവിനോട് പറ. Tell that to the Spirit. അവൻ എടുത്തു കളയും. He will throw it അവൻ out നമ്മളെ നിറയ്ക്കും. and He will fill you. ലോകമാണോ പ്രശ്നം? Is the world your issue? ജഡമാണോ പ്രശ്നം? Is the flesh your problem? സ്വയമാണോ Is പ്രശ്നം? the self your problem? അവനോട് പറ. Tell that to Him. അവന്റെ കർത്തൃത്വത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. Submit yourself under His lordship. തീരുമാനമെടുക്കുക. Take the decision. ലോക സന്തോഷമാണോ? Is the joy of the world your issue? നിങ്ങളുടെ ഫോണാണോ തടസ്സം? Is your phone your hindrance? സോഷ്യൽ മീഡിയസ് ആണോ?
Is the social media your problem? നിങ്ങളുടെ ബന്ധങ്ങളാണോ? Is your relationship your problem? നിങ്ങളുടെ സുഹൃത്തുക്കളാണോ? Is your friends the reason? Pay the price. Pay the price. വില കൊടുക്കുക. Pay the price. ചിലതൊക്കെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുക. Take the decision to forsake some of these ആത്മാവിന്റെ things. നിറവിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. You will begin walking or living in the Spirit. അതാണ് ഏറ്റവും വലിയ അനുഭവം. This is the greatest experience. സ്വർഗ്ഗം നിങ്ങൾ അനുഭവിക്കാൻ You തുടങ്ങും. will experience heaven. ഈ ഭൂമിയിലെ ഒരു സോഷ്യൽ മീഡിയയ്ക്കും ആ സന്തോഷം തരാൻ പറ്റത്തില്ല. No social media in this world can give you that joy. ഒരു യൂട്യൂബ് വീഡിയോയ്ക്കും ആ സന്തോഷം തരാൻ പറ്റത്തില്ല. No YouTube video can give you that joy. നിങ്ങളുടെ ഒരു സുഹൃത്തുക്കൾക്കും ആ സന്തോഷം സമാധാനം തരാൻ പറ്റത്തില്ല. No friend of yours can give you that joy and peace. നിങ്ങളുടെ ജോലിക്ക് ആ സമാധാനവും സന്തോഷം തരാൻ കഴിയത്തില്ല. Your job cannot give you that joy and peace. നിങ്ങളുടെ പണത്തിന് ആ സമാധാനം തരാൻ പറ്റത്തില്ല. Your money cannot give you that peace. നിങ്ങൾ പ്രാപിക്കുന്ന ദൈവത്തെയാ, You're receiving God. ദൈവത്തിന്റെ ആത്മാവിനെയാ, You're receiving the Spirit of അവന്റെ God. നിറവിനെയാ, You're receiving His അവന്റെ infilling. ജീവനെയാ. You're receiving His life. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിങ്ങൾ നിറഞ്ഞു വരികയാ. You're being filled with all the fullness of നാം God. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പിതാവാം ദൈവം ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരിക്കുക. He said that He will do more abundantly and exceedingly more than we can think or ask, according to the power that works in us. നമ്മിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ അറിഞ്ഞാട്ടെ. Let us begin knowing the Spirit who works in us. അവനുമായിട്ടുള്ള ഇന്റിമസിയിലേക്ക് വന്നാട്ടെ. Let us come to the intimacy with Him. അതിന്റെ തടസ്സങ്ങളൊക്കെ മാറ്റാൻ തീരുമാനമെടുത്താട്ടെ. Take the decision to remove all the hindrance for His സോഷ്യൽ infilling. മീഡിയ മാറ്റാൻ തീരുമാനമെടുക്കുക. Take the decision to remove social media from your life. അതെല്ലാം ലിമിറ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുക. Take the decision to limit everything. ആത്മാ പറയുന്നതൊക്കെ ആത്മാവ് നോ പറഞ്ഞാൽ നോ, അത് അനുസരിക്കാൻ പഠിക്കുക. If the Spirit says no, let us learn to obey it. നമുക്ക് ആത്മാവിന് ആവശ്യമാണ്. We need the Spirit. നമുക്ക് നിറവ് ആവശ്യമാണ്. We need the infilling of the നമുക്ക് Holy ഒരുമിച്ച് Spirit. പ്രാർത്ഥിക്കാം. Let us pray together. എത്ര പേർ തീരുമാനമെടുക്കും? How many of us will take the decision today പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും എനിക്കും ഇഷ്ടമില്ലെന്ന് പറയാൻ? to say that what all the things Holy Spirit does not like, I also don't like. ഓരോ നിമിഷം അവനെ കേട്ട് ജീവിക്കാൻ, To live every minute by hearing His voice. അവനെ അനുഭവിച്ച് ജീവിക്കാൻ, To live experiencing Him. അവന്റെ കൂടെ നടക്കാൻ. To walk with Him. അവൻ എന്റെ കൂടെ എപ്പോഴും ഉണ്ട്, അവന് മാറിപ്പോകാൻ പറ്റത്തില്ല. He cannot go away from me. He is always with me. അത് യേശു പറഞ്ഞ വാക്യമാണ്. That is the word Jesus said. അത് യേശുവിന്റെ That വാഗ്ദത്തമാണ്. is His promise. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കും, Holy Spirit will dwell in you. നിങ്ങളുടെ മേൽ വസിക്കും, He will dwell upon you. എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ നടക്കും. And at all times He is with അതിന് you. മാറ്റമൊന്നുമില്ല. There's no change to that. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ട. We don't have to pray for that. അത് അനുഭവിക്കാൻ ഒരുങ്ങിയാ മതി. Only that we need to be prepared to ഒന്നാമത് experience വിശ്വസിക്കുക. Him. First of all, believe. രണ്ടാമത് ഏറ്റുപറയുക. Secondly, confess. അവന്റെ കൂടെ നടക്കാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. Submit yourself to walk with Him. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക. Forsake all that you have to forsake. Pay the price, pay the price. വില കൊടുക്കുക. Let us pray the price. വില കൊടുക്കുക. Let us pay the price. ഒരുമിച്ച് പ്രാർത്ഥിക്കാം Let us നമുക്ക്. pray together. സ്വർഗ്ഗീയ പിതാവേ, Heavenly Father, ഞങ്ങൾ ഒരുമിച്ച് we പ്രാർത്ഥിക്കുന്നു. pray together. ഈ തിരുവചനത്താൽ According to this ഞങ്ങളെ scripture, സൗഖ്യമാക്കണമേ. heal us. ഞങ്ങളെ Heal സൗഖ്യമാക്കണമേ. us. ഞങ്ങളുടെ അകത്തുള്ള സകല പാപബന്ധനങ്ങളെ അഴിക്കണമേ. Untie all the bondages of sin in us. സകല ശാപബന്ധനങ്ങളെ അഴിക്കണമേ. Untie all the bondages of curse in us. പരിശുദ്ധാത്മാവാൽ ഇന്റിമസിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരിക്കണമേ. Turn our hearts into the intimacy with your Holy Spirit. കൃപയുടെ ആത്മാവുമായി ചേർന്ന് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us to walk with the spirit of grace. ഓ, ഞങ്ങൾക്ക് വലിയ കൃപ We ആവശ്യമാണ്. need great grace. ഞങ്ങൾക്ക് വലിയ പരിജ്ഞാനം We need ആവശ്യമാണ്. great wisdom. ആത്മാവിന്റെ നിറവിനു വേണ്ടി ഈ ഭൂമിയിലെ സകലതും ഉപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് വലിയ പരിജ്ഞാനം We തരണമേ. need great understanding and discernment to forsake all that is in the world. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. We pray together. ആ കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? Let us lift up our hands and അവരോട് pray. സംസാരിക്കാമോ? Can you talk with the Holy Spirit? പിതാവേ, സംസാരിക്കാമോ? Can you talk with the Father? Father God, സംസാരിക്കാമോ? Can you talk? Talk to Father God. Talk to the Father God. പിതാവിനോട് സംസാരിച്ചാട്ടെ. Talk to Father God. ആത്മാവുമായി Talk സംസാരിച്ചാട്ടെ. to the Spirit. അവൻ നമ്മുടെ കൂടെയുണ്ട്. He's with us. അവൻ നമ്മുടെ കൂടെയുണ്ട്. He's with us. അവൻ നമ്മുടെ മേലുണ്ട്. He's upon അവൻ us. നമ്മിൽ He's വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. working in അവൻ us. നമ്മുടെ അകത്തുണ്ട്. He's dwelling in ആ us. തിരിച്ചറിവുണ്ടാകട്ടെ. Let that recognition happen. ആ വിശ്വാസമുണ്ടാകട്ടെ. Let the faith happen. ആ വെളിപ്പാടുണ്ടാകട്ടെ. Let us receive the ഞാൻ ഒരുമിച്ച് revelation. പ്രാർത്ഥിക്കുന്നു We പിതാവേ. pray together above ഈ Father. വെളിപ്പാടിലേക്ക് സഭയെ മാറ്റിയാട്ടെ. Turn your church into this revelation. ഈ കൂട്ടായ്മയിൽ ഓരോ വ്യക്തികളും ഇങ്ങനെ നടക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. Help us
all the members in this church to walk in this manner. ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കുന്ന എല്ലാവരും ഈ അനുഭവത്തിലൊക്കെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. We pray that everyone who hears in the online will be changed into this experience. നാളെ ഈ വചനം കേൾക്കാൻ പോകുന്ന എല്ലാവരും ഈ അനുഭവത്തിലൊക്കെ മാറാൻ വേണ്ടി ഞാൻ And I പ്രാർത്ഥിക്കുന്നു. pray that everyone who hears this message later on will be able to walk in this experience. ആഴത്തിലുള്ള സ്പിരിച്വൽ ഡിസിപ്ലിൻ ഞങ്ങൾക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. We pray that you will give us that deep spiritual discipline.